കോടികൾ ചെലവഴിച്ച് കേരളീയം പദ്ധതിയും അതുപോലെ തന്നെ മുഖാമുഖം പദ്ധതിയും ഒരു പന്തലിടുന്നതിന് 18 ലക്ഷം രൂപ വരെ ചെലവാക്കി നിസാര ഒരു പന്തലിടുന്നതിന് 18 ലക്ഷം ചെലവാക്കുന്നു. എന്തൊരു ഗവൺമെന്റ് ആളുകളെ വലിപ്പിക്കാതിരിക്കുന്നു. മന്ത്രിമാർക്കോ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് നേരെ അമേരിക്കയിലേക്കാണ് പറക്കുന്നത്. അവരെ ചികിത്സ നല്ല രീതിയിൽ പോകണം. മോള് ഇഷ്ടം പോലെ ഉണ്ടാക്കിട്ടിരിക്കും. അയ്യോ, ഗവൺമെന്റിന്റെ പൈസ അല്ലേ എടുത്ത് ചെയ്യുന്നത്, പാവങ്ങളെ പൈസ എടുത്ത് അവര് തൂർത്തടിച്ച് കളയുന്നത്. മോനും വരുമോനും മോളും ഒക്കെ മന്ത്രിയാണ്. എന്തൊരു മുഖ്യമന്ത്രി, തൊഴിലാളിയുടെ മുഖ്യമന്ത്രി. എന്തൊരു തൊഴിലാളി ഇത്? അവർ മുതലാളിയായി, നമ്മൾ തൊഴിലാളികളുമായി. മന്ത്രി എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല? മന്ത്രിയുടെ കുടുംബത്തിനെ മാത്രം സംരക്ഷിച്ചാൽ മതിയാ? നമ്മുടെ സർക്കാർ ആശുപത്രികൾ, പൊതു ആശുപത്രികളെല്ലാം എന്തോ വലിയ പ്രവർത്തനം നടത്തുന്നു എന്നാണ് സർക്കാരും ആരോഗ്യവകുപ്പും മന്ത്രിയൊക്കെ പറയുന്നത്. സത്യത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ട കടമ, കർത്തവ്യം ആരോഗ്യ വകുപ്പ് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. ഇതാ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ആശുപത്രി, നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലെത്തിയ കുറച്ചു പേരുടെ ചില അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കാം. എൻ്റെ ഭാര്യ 6 വർഷം കൊണ്ട് ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഈ കാരുണ്യ ബെനിഫിറ്റ് ഫണ്ടിന്റെ കാർഡിലാണ് ഡയൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കത് കട്ട് ചെയ്തിട്ട് പൈസ ഒന്നും അനുവദിക്കുന്നില്ല. എന്നാൽ കാരുണ്യയുടെ ലോട്ടറി അവർ വിറ്റ് കാശാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ഇത് ആയുഷ്മാൻ ഭാരതിന്റെ ഒരു കാർഡ് നമുക്ക് ശരിയാക്കി തരിക, മറ്റ് RSP ചെയ്യുക, മറ്റൊന്നും ശരിയാക്കി തരുന്നില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട. ഇപ്പം തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് പോയി ചികിത്സിച്ച് വന്നപ്പോൾ 1.5 ലക്ഷം രൂപയോളം ചിലവായി. നമ്മൾ ഈ പാവപ്പെട്ട നമ്മൾ എവിടെ നിന്ന് പൈസ എടുക്കുന്നത്? ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാത്തവരാണ്. തീരെ അവശത അനുഭവിക്കുന്ന ഒരു രോഗിയും കൊണ്ട് വരുന്നത്. ഇവിടെ ഒരു ഡോക്ടർ ഇല്ല, വെന്റിലേറ്റർ സൗകര്യമില്ല, ICU യൂണിറ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു സൗകര്യമില്ല. എന്ത് അസുഖം കൂടിയിരുന്നാലും അപ്പോഴത്തന്നെ മെഡിക്കലിലേക്ക് വിടുകയാണ്. നമ്മളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ലാത്തവരായി ഇവിടെ വന്ന് ചികിത്സ. 6 വർഷം ഡയൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭാരിച്ച തുക ചെലവാക്കിയാണ് നമ്മൾ ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി എൻ്റെ യാതൊരു നിവൃത്തിയില്ല. പക്ഷെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം, ഈ കാർഡിൻ്റെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയ വലിയ ഉപകാരമായിരിക്കും. നമ്മൾ നേരത്തെ ഇത് കണക്ക് എന്തെല്ലാം അപേക്ഷകളും പരാതികളും എല്ലാം കൊടുത്തിട്ടും ഇതൊന്നും ആരും പരിഗണിക്കുന്നില്ലെന്നുള്ളതാണ്. ഒരു മനുഷ്യരിന്ന് വരെ പരിഗണിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ കാരുണ്യയുടെ കാർഡ് കട്ട് ചെയ്താണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. കാര്യം ഇത് അവർ ലോട്ടറി വിറ്റ് കാശാക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് യാതൊരു ഫലവുമില്ല. പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞിട്ടല്ലേ ലോട്ടറി വിൽക്കുന്നത്, കാരുണ്യ പദ്ധതികൾ. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ഡോക്ടർ സൗകര്യം അത്യാവശ്യമാണ്. ഞങ്ങൾ ICU യൂണിറ്റ് ഇല്ല, വെന്റിലേറ്റർ സൗകര്യമില്ല. ഇതെല്ലാം ഒരുക്കി തന്ന വളരെ ഉപകാരപ്രദമായിരിക്കും. എന്റെ ഹസ്ബൻഡിന് 6 മാസമായി ഇവിടെ നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് തുടങ്ങിയിട്ട്. ഇവിടെ വന്നത് തൊട്ടേ എത്ര പേരാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകണ വഴിക്ക് തന്നെ മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു നെഫ്രോളജിയോ ഒരു കാർഡിയോളജിയോ ഡോക്ടർ ഇല്ലാത്തതിന്റെ അഭാവത്തിൽ ഇവിടുന്ന് ഓക്സിജൻ കുറഞ്ഞ ആൾക്കാരെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണ വഴിക്ക് തന്നെ എത്ര പേര് മരിച്ച്. ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ ഒരു 10 മരണമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും റിസ്ക് എടുത്താണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഡയസിന്. നമ്മളുടെ ഒരു പൈസയുടെ ഇതിലാണ് നമ്മൾ ഗവൺമെന്റിൽ തന്നെ വരുന്നത്. പ്രൈവറ്റ് പോകാനുള്ള പൈസ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു നെഫ്രോളജിയും ഒരു കാർഡിയോളജിയും ഡോക്ടറെ എത്രയും പെട്ടെന്ന് നിയമിക്കണമെന്നാണ് പറയാനുള്ള ഒരു അപേക്ഷയായിട്ട്. സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിലും പാവങ്ങൾക്ക് വേണ്ടിയല്ല സർക്കാർ നടത്തിക്കുന്നത്. ഒന്നും നടത്തുന്നത് സർക്കാർ പാവങ്ങൾക്ക് വേണ്ടിയല്ല. എങ്കിൽ ഒരു നെഫ്രോളജി റൂമില്. അപ്പൊ അതിനുവേണ്ടി ഒരു നെഫ്രോളജി ഡോക്ടറെ നിയമിക്കേണ്ടത് ICU ഒന്നും സൗകര്യം ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലായി ജനറൽ ഹോസ്പിറ്റലല്ലേ. ഇപ്പൊ ഇത്രയും അടുത്തൊക്കെ ഉള്ളവർക്ക് ഒരു നെഫ്രോളജി ഡോക്ടർ വന്നാൽ അത്രയും ഒരു ഇതാകൂലേ? അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ ഉള്ള രോഗികളെ കൊണ്ടുവരുന്നത്. ഞാൻ 1.5 വർഷം കൊണ്ട് ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 3 പ്രാവശ്യം ഇതേപോലെ ഇവിടെ നെഫ്രോ ഡോക്ടർ ഇല്ലാതെ മെഡിക്കൽ കോളേജിൽ പോയി. ഒരു ദിവസം ഓക്സിജൻ കുറഞ്ഞ്, ഒരു ദിവസം ശ്വാസമുട്ടലായി. അങ്ങനെ 3 പ്രാവശ്യം ഒരു നെഫ്രോ ഡോക്ടർ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വരുമ്പോഴും അല്ലാതെ ജനറൽ ഡോക്ടറാണ് വരുന്നത്. ഞങ്ങൾ പിന്നെ പ്രത്യേകം പോയി ഡോക്ടറെ നെഫ്രോ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. മുമ്പ് ഇതിലാണ് പോകണം. വണ്ടിയിൽ ഇവർ വിട്ട് തരും, നമ്മളവിടെ പോകും. ആംബുലൻസിലാണ് പോകുന്നത്. ഇവിടെ ഡോക്ടർമാർ ഡോക്ടർ വരും, നെഫ്രോ ഡോക്ടർ ഇല്ല. നെഫ്രോ പിന്നെ കാർഡിയോളജിയിലെ ഡോക്ടറും ഇവിടെ ഉള്ളവർ വരും. അല്ലാതെ പ്രത്യേകിച്ച് നെഫ്രോ ഡോക്ടർ ഇല്ല, ICU യൂണിറ്റും ഇല്ല. വലിയ ബുദ്ധിമുട്ട് നമ്മളെ പോലുള്ളവർ ഇതിനെ കൊണ്ടുപോയി. എന്തെങ്കിലും എന്തൊരു ഗവൺമെന്റ് ഇത് ആളുകളെ വലിപ്പിക്കാതിരിക്കുന്നു. അവരെ ചികിത്സ നല്ല രീതിയിൽ പോകണം. മോള് ഇഷ്ടം പോലെ ഉണ്ടാക്കിട്ടിരിക്കും. മോനും വരുമോനും മോളും ഒക്കെ മന്ത്രിയാണ്. എന്തൊരു മുഖ്യമന്ത്രി, തൊഴിലാളിയുടെ മുഖ്യമന്ത്രി. എന്തൊരു തൊഴിലാളി ഇത്? അവർ മുതലാളിയായി, നമ്മൾ തൊഴിലാളികളുമായി.
മനുഷ്യനെ കൊല്ലാനായിട്ട്. ക്യാൻറ്റീൻ ഉണ്ട്, പശു വളർത്തുന്നുണ്ട്, ലിഫ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പാവപ്പെട്ടവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു നിഫ്രോ ഡോക്ടർ ഇവിടെ നിർത്താൻ ഒരെണ്ണത്തിന് ഇത്രയും 10-20 ഒരു പ്രാവശ്യം 20 പേരാണ് ഡയാലിസിസ് ചെയ്യുന്നത്. 20-40 ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുന്നത്. ശ്വാസമുട്ടൽ വരുമ്പോൾ നമ്മൾ ഉടനെ എടുത്തുകൊണ്ടൊക്കെ പോകണം. അവിടെ എന്തുമാത്രം ചിലവ് അവിടെ അതിന് വരുമാനവും ഇല്ലാത്ത ആൾക്കാരല്ലേ പാവപ്പെട്ട ആളുകളും താഴത്തിലേക്ക് താഴെയുള്ള ആളുകളാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒക്കെ ചെയ്തു തരും. ഒരു മന്ത്രിയെ കൊണ്ട് എന്താണ് നമുക്ക് കാര്യം സാധിക്കുന്നത്? ഒന്നും സാധിക്കില്ല. ഒരു നിവേദന അയച്ചിരുന്നാൽ കൂടെ അത് ചവിട്ടിക്കുത്തി അറിയുന്നില്ലാതെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു സഹായങ്ങൾ ചെയ്യുന്നില്ല. പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കും ഇങ്ങനെ സഹായം ചെയ്യുന്ന? ഞങ്ങൾ വോട്ട് ചെയ്തല്ലേ നിയമിച്ചത് മന്ത്രിയെ. മന്ത്രി എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കണില്ല? മന്ത്രിയുടെ കുടുംബത്തിനെ മാത്രം സംരക്ഷിച്ചാൽ മതിയാ? ഞങ്ങളെ പാവങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കണ്ടേ? എനിക്കതേ പറയാനുള്ളൂ. കാരണം മന്ത്രി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം പഞ്ചായത്തിന് പെൻഷൻ കൊടുക്കുന്നില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, നേഴ്സുമാർക്ക് കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല. രായും പകലും അധ്വാനിക്കുന്ന നേഴ്സുമാർക്ക് 20,000 ശമ്പളം കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയ എങ്ങനെയാണ്? പാവങ്ങളെ പൈസ എടുത്ത് അവര് തൂർത്തടിച്ച് കളയുന്നത്. അവർക്ക് വണ്ടിയും ലിഫ്റ്റിൽ കയറാൻ സാധനവും ഇപ്പോഴൊന്നും ഇറക്കിയിട്ടുണ്ടല്ല എല്ലാം. ഇനി അടുത്തിറക്കയില്ലേ? അമേരിക്കയിൽ പോയി ചികിത്സിക്കേണ്ട കഴിവുണ്ടോ ഞങ്ങൾക്ക്? അങ്ങനെയുള്ള കഴിവൊന്നുമില്ല. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ആശുപത്രി അന്വേഷിച്ച് വരുന്നത് കേട്ടാ. അതിൻ്റെതായ എന്തെങ്കിലും മന്ത്രിമാർ ചെയ്യേണ്ട എന്തോന്ന് ചെയ്യുന്നേ? മന്ത്രി ഒന്നും ചെയ്യുന്നില്ല. മന്ത്രിയുടെ കുടുംബത്തിന് രക്ഷിക്കുന്നതേ ഉള്ളൂ. ഇത്രയും കാലം ഭരിച്ചിട്ട് ഇങ്ങനെ ഒരു മന്ത്രി പോലെ കേരളം ഭരിച്ചിട്ടേ ഇല്ല. ഇതുവരെ ഒരു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ചപ്പോൾ നല്ല രീതിയിൽ അവർ ഭരിച്ചു. ഇങ്ങനെ ഒരു ഭരണം ഇപ്പോഴും തന്നെ ഇങ്ങനെ ഒരു നാറിയ ഭരണം. ഞാൻ അതേ പറയുന്നുള്ളൂ. നാറിയ ഭരണമാണ് അയാൾ ഭരിക്കുന്നത്. അയാൾ ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനെ ഞാനിവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 6 മാസമായി. ഈ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ ഒരു നെഫ്രോളജിസ്റ്റോ ഒരു കാർഡിയോളജിസ്റ്റോ ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരുടനെ തന്നെ മെഡിക്കൽ കോളേജിലോ മറ്റിടത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു അസുഖം, അതായത് ഓക്സിജന്റെ അളവ് കുറഞ്ഞാലോ പൊട്ടാസ്യം കുറഞ്ഞാലോ ഫോസ്ഫറസ് കുറഞ്ഞാലോ അവർ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ഡോക്ടറിന്റെ അഭാവം ഒരുപാട് ആളുകളുടെ ജീവിതം അപഹരിച്ചിട്ടുണ്ട്. അത് സാധാരണക്കാർക്കായ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അത്രയും പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഇവിടെ വയ്ക്കണമെന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിലും പലതിലും പറഞ്ഞു. പക്ഷെ ഇതുവരെയും അതിന് ഒരു ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഒരു ഡോക്ടറെ ഇതുവരെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ സർക്കാർ കോടികൾ ചെലവഴിച്ച് കേരളീയം പദ്ധതിയും അതുപോലെ തന്നെ മുഖാമുഖം പദ്ധതിയും ഒരു പന്തലിടുന്നതിന് 18 ലക്ഷം രൂപ വരെ ചെലവാക്കി. നിസാര ഒരു പന്തലിടുന്നതിന് 18 ലക്ഷം ചെലവാക്കുന്നു. ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്താൽ എത്ര ജീവനാണ് ഈ കിഡ്നി പേഷ്യന്റ്, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പണമുള്ളവരൊക്കെ പോയി ചികിത്സിക്കാം. പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിയമിക്കണമെന്ന് നമ്മൾ താഴ്മയായിട്ട് പറയുകയാണ്. മന്ത്രിമാരുടെ കുടുംബത്തിനോ മന്ത്രിമാർക്കോ വന്നാൽ ഇവിടെ സൂപ്പർ ചികിത്സ എന്ന് പറയുന്ന ഈ നമ്മുടെ കേരളത്തിൽ നല്ല ചികിത്സ, സൂപ്പർ ചികിത്സ എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാർക്കോ അവരുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് നേരെ അമേരിക്കയിലേക്കാണ് പറക്കുന്നത്. അവർക്ക് ലക്ഷങ്ങൾ മുടക്കാൻ അവർക്ക് എന്തിന്? പാവങ്ങൾ നമ്മളുടെയും പണമാണല്ലോ സർക്കാരിന്റെ, ഞങ്ങളല്ലേ വിജയിപ്പിച്ചു വിട്ടത്. അപ്പൊ മനുഷ്യരുടെ കാര്യം പരിഗണിക്കൂ. നിങ്ങളെ കുടുംബത്തിനെയോ നിങ്ങൾക്ക് രാഷ്ട്രീയം വളർത്താനോ നിങ്ങൾക്ക് സ്ഥാനത്തിന് വേണ്ടി അല്ലല്ലോ പാവങ്ങളായ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടത്. അപ്പൊ പാവങ്ങളെ ജീവന് ഇനിയെങ്കിലും ഒരു വില കൽപ്പിച്ച് എത്രയും പെട്ടെന്ന് ഒരു നെഫ്രോളജിസ്റ്റിനെ ഒരു കാർഡിയോളജിസ്റ്റിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്യണം. 5 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് 22 ബെഡ് ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ. 22 ആളുകളെ ഡയാലിസിസ് ചെയ്തെങ്കിൽ അവർ എത്ര പേർക്ക് പെട്ടെന്ന് പൊട്ടാസ്യം കുറയണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം വരണോ, ഇതൊക്കെ ശ്വാസം മുട്ടലുണ്ടാകുന്നു. ആ നിമിഷം ആംബുലൻസ് പിടിക്കാൻ പൈസ കാണില്ല നമ്മുടെ കയ്യിൽ. നിസ്സാരം ബസ് ഫെയറും കൊണ്ടായിരിക്കും വരണത്. ആംബുലൻസിന് കൊടുക്കാൻ പൈസ കാണില്ല കൊടുക്കാൻ. അപ്പൊ അത് എന്തുമാത്രം വിഷമിച്ചും കഷ്ടപ്പെട്ട് ഒരാളുടെ ജീവനാണ് ഏറ്റവും വലുത്. ജീവനില്ലെങ്കിൽ സ്ഥാനമോ പണമോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ ആശുപത്രിയിലേക്ക് ഒരു നെഫ്രോളജിസ്റ്റിനെയോ കാർഡിയോളജിസ്റ്റിനെയോ നിയമിക്കണമെന്ന് ഞങ്ങളുടെ രോഗികളുടെയും ബൈസ്റ്റാൻഡേഴ്സിന്റെയും ഒരു അഭ്യർത്ഥന മാനിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചില ദുര്യോഗങ്ങളാണ് നമ്മൾ കേട്ടത്. അവിടെ നെഫ്രോളജിസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഡോക്ടർ ഇല്ല. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഓടി ആൾക്കാർ വയ്യാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെഫർ ചെയ്യുക മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരൊറ്റ ജോലി മാത്രമാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ അധികൃതർ ഉള്ളത്. അവിടെ ഈ ഡയാലിസിസിന് വേണ്ടിയിട്ട്
ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു മെഷീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വലിയ ആഡംബരത്തിലാണ് ഈ പിന്നെ ഈ മെഷീന്റെ ഉദ്ഘാടനമൊക്കെ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ വന്ന് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. അതിന് ഒരു നെഫ്രോളജിസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് അവിടെ ഡയാലിസിസ് നടക്കുക? അങ്ങനെ ഒരു ഡോക്ടർ, അതിന്റെ പ്രത്യേക ഡോക്ടർ ഇല്ലാതെ എങ്ങനെ നടത്തും? ടെക്നീഷ്യന്മാരെ മാത്രം വെച്ചുകൊണ്ട് അവിടെ പിന്നെ ഡയാലിസിസ് നടത്താൻ കഴിയുമോ? അപ്പോൾ ആ യന്ത്രം ഇപ്പോഴും പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്നു. പ്രവർത്തിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടും ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടും അല്ല, പ്രവർത്തനരഹിതമല്ല, മെഷീൻ വർക്കിംഗ് കണ്ടീഷൻ എന്നാണ് കേൾക്കുന്നത്. അതുപോലെ ഈ അടുത്ത ദിവസം 2 ദിവസം മുമ്പ് അവിടെ ഈ വീണ ജോർജ് എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടെ വന്നിരുന്നു. അവരൊരു വലിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തു നെയ്യാറ്റിൻകരയില്. അത് പിന്നെ CMET നഴ്സിംഗ് കോളേജിന്റെയും പാലിയേറ്റീവ് കെയർ മന്ദിരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കാനാണ്. അപ്പൊ ഈ പദ്ധതികളുടെ ഉദ്ഘാടനം, കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമൊക്കെ കെട്ടിയിടുക എന്നുള്ളതല്ലാതെ, ആ കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അതിന്റെ കമ്മീഷൻ പറ്റുക എന്നല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ ആരോഗ്യ വകുപ്പിനും ഈ വീണ ജോർജിനും ഈ പിണറായി വിജയന്റെ സർക്കാരിനും കഴിയുന്നില്ല എന്നാണ് ജനങ്ങൾ തന്നെ ഈ സാക്ഷ്യപ്പെടുത്തുന്നത്.